എടാ നിനക്കൊന്നും വേറെ പണിയില്ലടാ നാറികളെ എന്ന് ചോദിക്കേണ്ട അവസ്ഥ കേട്ടോ നിമിഷപ്രിയയുടെ കേസിൽ ഇപ്പോൾ കാണുന്നത്. അതായത് ഇന്നലെ നിമിഷപ്രിയയുടെ കേസ് വധശിക്ഷ മാത്രം നീട്ടിവെച്ചു എന്നുള്ള അല്ലാതെ ഈ ശിക്ഷ ഇളവ് വന്നു അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മോചിപ്പിക്കുന്ന ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. ഈ ഒരു വധശിക്ഷ നീട്ടിത്തരുന്നതിൽ തന്നെ കാന്തപുരം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളമാണെന്നുള്ളത് നമ്മളെല്ലാവരും കാണുകയും ചെയ്തിട്ടുണ്ട്. അതുവരെ തല പൊക്കാത്ത സകല എട്ടുകാലി മമ്മൂഞ്ഞുകളും ഇന്നലെ വന്നിട്ട് സകലമാന പോസ്റ്റുകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും റൈറ്റപ്പുകളായിട്ട് മുന്നോട്ട് ചാടിയിട്ടുണ്ട്. അതിൽ എച്ചിലുകളും കൃസംഗികളും മുസംഗികളും സംഗി തീട്ടങ്ങളും ഇതിൽ വരും എന്നുള്ളത് നമ്മളെല്ലാവരും കാണുകയുണ്ടായിട്ടുണ്ട്. ഈവൻ ഇതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുന്ന കുറേ സംഖ്യകളും ഈ കൂട്ടത്തിലുണ്ട്. സത്യാവസ്ഥ, അതായത് ചോറ് തിന്ന സംഖ്യകളുണ്ടല്ലോ, വിവരം ബോധമുള്ള അവന്മാർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും ഒരു ബോധമില്ലാണ്ട് ഇങ്ങനെ വന്നിട്ട് ഫേസ്ബുക്കിലും അവിടെയും ഇവിടെയും പോസ്റ്റ് ഇട്ട് ഈ ഒരു കേസ് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ മാത്രമേ ഈ നാറികളെ കൊണ്ട് പറ്റുള്ളൂ എന്നറിയാം. നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച് നിങ്ങളുടെ കേന്ദ്ര ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ നിങ്ങളുടെ താടിജിക്കോ ക്രെഡിറ്റ് കിട്ടുന്നില്ല, പൊൻതൂവല് അങ്ങോട്ട് കുത്തിക്കയറ്റി മെഡലിടാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇമാതിരി കുത്തിക്കഴപ്പ് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഈ നിമിഷപ്രിയയുടെ ഇനിയുള്ള മുന്നോട്ടുള്ള ഈ റിലീസും കാര്യങ്ങളിലും എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്ന ഈ വാണങ്ങൾക്ക് അറിയില്ല. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അപ്പം നമ്മൾ കണ്ടു ഈ തലാലിൻ്റെ ഫാമിലിയിൽപ്പെട്ട സലാലിൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞ ഒരാൾ പോസ്റ്റ് ഇടുന്നുണ്ട്. ഇന്നലെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അയാൾ മെനഞ്ഞാന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് വിട്ടുതരില്ല എന്നുള്ള രീതിയിൽ. ഇതിനൊക്കെ കുറേ കാരണങ്ങളുണ്ട്. കാരണം നമ്മുടെ ഇവിടെ ഇരുന്നിട്ട് ഇവരെ കൊണ്ട്, ഇവരുടെ സർക്കാരിനെ കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ വിശ്വഗുരുവിനെ കൊണ്ടോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അതും ഒരു ഇസ്ലാം 6-ാം നൂറ്റാണ്ടിലെ മതം ഫോളോ ചെയ്യുന്ന ഒരു ഇസ്ലാം പണ്ഡിതൻ ഇതങ്ങ് ചെയ്തപ്പോഴേക്ക് കുത്തിക്കഴപ്പ് മൂത്തിട്ട് ഈ വേട്ടാവളിയന്മാർക്കൊന്നും ഉറക്കമില്ലാണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്ക് ടു ബാക്ക് പോസ്റ്റ് ഇട്ടിട്ട് ഈ തലാലിൻ്റെ ഫാമിലിനെ മോശമായിട്ട് പറയുന്നു. അതായത് ഇങ്ങനെ സ്വന്തം ഫാമിലിയിൽ സഹോദരനെ കൊന്നിട്ടുള്ള ഒരാൾ എന്തിന് നിങ്ങൾ റിലീസ് ചെയ്യാൻ ഓർഡർ കൊടുക്കുന്നു? ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ, ഞങ്ങളുടെ ഇന്ത്യയിലാണെങ്കിൽ ഞങ്ങളിതിന് സമ്മതിക്കില്ല, ഞങ്ങൾ അതാണ് ഇതാണ്. ഈ നാട്ടിലെ ഹൂത്തികൾ, അതായത് ഈ പറഞ്ഞ സനായ എന്ന് പറഞ്ഞ സ്ഥലത്തെ അവിടുത്തെ ആഭ്യന്തര ഭരണം കീപ്പ് ചെയ്യുന്ന, അതായത് യമൻ്റെ ഭരണമല്ല ആഭ്യന്തര ഭരണം കീപ്പ് ചെയ്യുന്ന വിമതരായിട്ടുള്ള ഹൂത്തികൾ ഇത്ര വലിയ ഭീകരന്മാരാണ്. അമേരിക്ക അവരെ എന്താ പറയുക ഇൻ്റർനാഷണൽ ടെററിസ്റ്റായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഒരു മത പണ്ഡിതന് ബന്ധം വരുന്നത്? അപ്പം നമ്മുടെ നാട്ടിലെ കേരളത്തിൽ ഈ മതപണ്ഡിതനും ഈ മതത്തിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ തീവ്രവാദികളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പരമനാറിയായിട്ടുള്ള, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അവന് തുഞ്ചം പോയതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അവൻ ഈ മതത്തിനെ കുറ്റം പറയാൻ നടക്കുന്ന ഒരു പരമനാറിയായിട്ടുള്ള എച്ചിലുണ്ട് നമ്മുടെ നാട്ടിൽ. സകല സംഖ്യകളും തൂറി കൊടുത്ത് അത് തിന്ന് ജീവിക്കുന്ന ഒരു എച്ചില്. അവൻ്റെ പോസ്റ്റ് അന്നലെ, അതായത് അവൻ്റെ പോസ്റ്റിൽ നിമിഷപ്രിയയുടെ കുറ്റം വരുന്നത് അവിടെ ഇസ്ലാം മതം ആയതുകൊണ്ട്, അവിടെ ഇസ്ലാം ഷിയ നിയമം അല്ല ശരീഅത്ത് നിയമം ആയതുകൊണ്ട് അവരങ്ങനെ ചെയ്യും, അവരിങ്ങനെ ചെയ്യും, അവർ വെട്ടും, അവർ കുത്തും, അവരതാക്കും ഇതാക്കും, ഇങ്ങനെ തന്നെയാണ് ഈ മതം. അതല്ലെങ്കിൽ ഇപ്പം ഈ മതത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ശിക്ഷ നീട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ ഹൂത്തി ഭരണം അല്ലെങ്കിൽ ഹൂത്തികളാണ് അതിനുള്ള കോർട്ട് എന്നുള്ള അപ്രൂവൽ കൊടുത്തിട്ടുള്ള. ഹൂത്തികൾ ഇൻ്റർനാഷണൽ ക്രിമിനൽസ് ആണ്, ഇൻ്റർനാഷണൽ തീവ്രവാദികളാണ്. അവരുമായിട്ട് എന്താണ് കാന്തപുരത്തിന് ബന്ധം? എൻ്റെ പേരിട്ടത് കാന്തപുരമാണെന്ന് പറഞ്ഞാൽ, എടാ നാറി നിനക്കൊക്കെ 5 പൈസൻ്റെ പേരുണ്ടടാ. ആരെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരട്ടെ. അത് ഇവിടെ നിനക്കെന്തിനാ കുത്തിക്കഴപ്പ്? നിന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ നിന്റെ സർക്കാരിനെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ നീ തലതൊട്ടപ്പനായിട്ട് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന താടിജിക്ക് പറ്റുന്നില്ലെങ്കിൽ നീ എന്തിനാ അതിൽ കുത്തിത്തിരിപ്പിടാൻ പോകുന്നത്? നിന്റെ അവിടെ ചൊറിച്ചിലോ തരിപ്പോ ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള മാർഗം നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാ ദിവസവും നീ വന്നിട്ട് അത് പറയുന്നുണ്ട്. ഞങ്ങളുടെ മതത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മതത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഉമ്മനെ പിടിച്ച് മറ്റതാക്കാം മറച്ചതാക്കാം, ഞങ്ങൾക്ക് അത് ചെയ്യാം, ഞങ്ങൾക്ക് ഇത് ചെയ്യാമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇങ്ങനെ. നീ എന്തെങ്കിലും പോയി ചെയ്തോ? ഇവരെങ്ങനെങ്കിലും രക്ഷപ്പെട്ട് വന്നോട്ടെ. പിന്നെ കുറേ മറ്റു ചില പണിക്കന്മാർ വന്നിട്ട് വലിയ മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമായിരുന്നു. നമ്മുടെ നാട്ടിൽ മറ്റേ ഷെറിൻ്റെ കേസ് നിങ്ങൾ കണ്ടില്ലേ? നമ്മുടെ നാട്ടിൽ ജോളിയുടെ കേസ് കണ്ടില്ലേ? നമ്മുടെ നാട്ടിൽ ഗ്രീഷ്മയുടെ കേസ് കണ്ടില്ലേ എന്നൊക്കെ കുറേ പേര് പോസ്റ്റ് ഇട്ടു. ഗ്രീഷ്മയും ജോളിയും പറഞ്ഞ ആളുകളൊക്കെ അങ്ങോട്ട് ഉപദ്രവിക്കാത്ത ആളുകളെയാണ് പിടിച്ചു കൊന്നത്. അത് ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഒരാളും അതിൽ ഇടപെടാൻ പോവില്ല. നിമിഷപ്രിയയുടെ കേസിൽ വ്യക്തമായിട്ട് എല്ലാവരും ഈ പറഞ്ഞ നമ്മുടെ ഗവൺമെൻറ് പോലും അതിൽ കൈവച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിന് ഇവരെ രക്ഷിക്കാൻ നോക്കിയെന്നുള്ളത് ഇവരവിടെ കിടന്ന് അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, അല്ലെങ്കിൽ മരണത്തിന് വരെ മുഖാമുഖം കണ്ടിട്ടുള്ള ഒരാളാണ് നിമിഷപ്രിയ എന്ന് പറയുന്നുണ്ട്. അതിനുള്ള പല തെളിവുകളും പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാരണം അവരുടെ ഒരു സാഹചര്യം കാരണം അവർ ചെയ്തൊരു തെറ്റ്, ആ ചെയ്ത തെറ്റ് മറച്ചു വെക്കാൻ അവർ പിന്നെ കാണിച്ചു കൂട്ടുന്ന കുറേ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഗവൺമെൻറ്റും
അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും മറ്റെല്ലാവരും ഇപ്പോൾ ലാസ്റ്റ് AP കാന്തപുരം ഇങ്ങനെ എല്ലാ ആൾക്കാരും ഇതിലോട്ട് ഇൻവോൾവ് ആവുന്നത് ഇവർ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് തെറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. അല്ലാണ്ട് ഇവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആരും പറയുന്നില്ല. ഈ സാഹചര്യം കണക്കിലെടുത്തിട്ടാണ് എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അതൊന്നും അല്ലാണ്ട് സ്വന്തം ബിസിനസ് താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരാളങ്ങ് കൊന്നു തീർത്തു ആണെങ്കിൽ ഈ പറഞ്ഞ ഒരാൾ ഇതിൻ്റെ പിന്നാലെ പോവില്ല. അങ്ങനെ ജയിലിൽ കിടക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്, മലയാളികൾ, പ്രവാസികൾ. അതായത് തെറ്റ് ചെയ്തിട്ട് യഥാർത്ഥത്തിൽ ശരിക്കും വേണമെന്ന് വെച്ച് കൊല ചെയ്തവർ, കഞ്ചാവ് കേസിൽ, പെണ്ണുപിടി കേസിൽ, മറ്റു പല ഡ്രഗ് സ്മഗ്ലിംഗ് പല കേസിലും ജയിലിൽ കിടക്കുന്ന വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ 3-4 പേരെ ഇന്തോനേഷ്യയിൽ വധശിക്ഷ വിധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അവർ ചെയ്ത കേസ് അല്ല അവർ ചെയ്ത തെറ്റെന്താണെന്ന് കരുതിയിട്ടാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ ഇതിൽ ഇൻവോൾവ് ആവുന്നത്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇവിടെ വന്നിട്ട് അല്ല അവൻ്റെ തലതൊട്ടപ്പന് ചെയ്യാൻ പറ്റാത്ത ഇവന്മാരുടെ ഈ കടിക്കാരുടെ എല്ലാവന്മാരുടെയും അവർക്ക് ചെയ്യാൻ പറ്റാത്ത, അവരുടെ സർക്കാരിനോ അവരുടെ നേതാവിനോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവിടെ കിടന്ന് ഇങ്ങനത്തെ കൊണകുണയ്ക്കുമ്പോൾ അവിടുത്തെ ആൾക്കാരാണ് ട്രിഗർ ആവുന്നത്. അവർ തന്നെ വിചാരിക്കും ഇന്ത്യക്കാർ ഇതാ പറയുന്നു, ഞങ്ങൾ എന്തിനു മാപ്പ് കൊടുത്തു, ഞങ്ങൾ മാപ്പ് കൊടുക്കരുത്, ഇന്ത്യക്കാർ ഞങ്ങളാണെങ്കിൽ മാപ്പ് കൊടുക്കില്ലായിരുന്നു. ഇതൊക്കെ പറയും തോറും അവിടുത്തെ ആൾക്കാർക്ക് ദേഷ്യം കൂടുക ചെയ്യുന്നത്. ഓക്കെ, ഇനി ഏതായാലും മാപ്പ് കൊടുക്കണ്ട, എത്രയും പെട്ടെന്ന് അടുത്ത ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വധശിക്ഷ കൊടുക്കണം. ഫാമിലി വിചാരിക്കുന്നു. ഈ തലാലിൻ്റെ സഹോദരൻ്റെ മനസ്സിലോട്ട് ഈ ചിന്ത വരുന്നു. എടാ, അവിടുത്തെ ഭരണത്തിന് ഹൂത്തികൾ അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അവർ ബോംബിട്ടത് ഇസ്രായേലിലല്ലേ? ഞാൻ ഇന്നലെ ചോദിച്ചോലെ, നിന്റെ തന്തയുടെ നാട്ടിലല്ലോ? അങ്ങനെയാണ് നിനക്ക് അങ്ങനെ തോന്നലുണ്ട്, നിന്റെ തന്ത അവിടെ നിന്നാണ് അല്ലെങ്കിൽ നിന്റെ തള്ള അവിടെ നിന്നുള്ള തോന്നലുണ്ട്. അതുണ്ടെങ്കിൽ നീ അവിടെ പോയി ജീവിക്കണം. അല്ല ഇവിടെ വന്നിട്ട് ഈ 6-ാം നൂറ്റാണ്ടുകാരുടെ പേരും വെച്ചിട്ട് ഇവിടെ വന്ന് കൊണയ്ക്കാനല്ല നീ നിൽക്കണം, നീ അവിടെ പോയി ജീവിക്കും. അതല്ലാണ്ട് ഇവിടെ വന്ന് അവിടെ ബോംബിട്ട് ഇസ്രായേലിൽ ബോംബിട്ടായപ്പോൾ ഇവൻ്റെ കുണ്ടി പൊള്ളുന്ന അനുസരിച്ചിട്ട് ഇവൻ ഇവിടെ വന്നിട്ട് ഈ ഹൂത്തികളെ പറയും തോറും അവർക്ക് തന്നെ തോന്നും ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വളി വിട്ട വൃത്തികെട്ട സാധനം ഇങ്ങനെ സംസാരിക്കുന്നത്, പിന്നെ ഞങ്ങൾ എന്തിന് മാപ്പ് കൊടുക്കണം അല്ലെങ്കിൽ ഞങ്ങൾ എന്തിന് റിലീസ് ചെയ്യണമെന്ന തോന്നൽ അവർക്ക് തന്നെ വരും. ഒന്നുമില്ലെങ്കിൽ അവിടുത്തെ ലോക്കലി ആയിട്ടുള്ള ഗോത്രക്കാർക്കെങ്കിലും തോന്നും. അതുകൊണ്ട് നിന്നെ പോലത്തെ സാധനങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഒരു തീട്ടം അല്ലെങ്കിൽ ഒരു ചാണകം ഉണ്ടെങ്കിൽ 4 ചെടിക്ക് വളമെങ്കിലും ആവും. നീയും ചത്ത് കഴിഞ്ഞാൽ അതുപോലും ആവില്ല, തൊട്ട് കഴിഞ്ഞാൽ പുഴു വരെ ചാവുന്ന അവസ്ഥയായിരിക്കും. അങ്ങനെ നിന്നെപ്പോലത്തെ ആളുകൾ വാ തുറക്കാണ്ടിരിക്കും. നീ അവിടെ കിടന്ന് വേറെ എന്ത് വേണം ചലച്ചോ, ഒരു കുഴപ്പമില്ല. ഈ പറഞ്ഞ മതത്തിനോ ഈ പറഞ്ഞ നാട്ടുകാർക്കോ ഈ പറഞ്ഞ ഒരാൾക്കാർക്കോ ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. 4 സംഘികളുടെ ഒരു വിജൃംഭിച്ച ചിരി കണ്ട് നിനക്ക് ജീവിച്ചു പോവാം, അതിന് കയ്യടി കിട്ടി അങ്ങനെ ജീവിച്ചു പോകും. അല്ലാണ്ട് ഇതിലൊന്നും തലയിടാൻ നിൽക്കല്ലേ. അവൻ എന്നല്ല, ഈ മാതിരി കൊണകുണയ്ക്കുന്ന എല്ലാ ചെറ്റകളുണ്ടായി പറയും. നിങ്ങളെ കൊണ്ട് കഴിയാത്ത കാര്യം മിണ്ടാണ്ടിരിക്കുക. കഴിയുന്നവർ അവർക്ക് കഴിയുന്ന പോലെ അവരെ സൈഡിൽ നിന്ന് അവർ ചെയ്തു തീർക്കട്ടെ പ്ലീസ്.